തിരക്കേറിയ IT എംപ്ലോയീസ് ആയ സാൻഡിയും ടീമും ചില്ല് ചെയ്യാൻ വേണ്ടി ഒരു ട്രിപ്പ് പോകുന്നു. രാത്രിയിലെ ആഘോഷങ്ങൾക്ക് കഴിഞ്ഞ് കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ തണുപ്പ് ആസ്വദിക്കാനും അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും എണീച്ച് നിൽക്കുക. നീന്തി ആ പുഴയുടെ അടുത്തട്ടിലെത്തിയപ്പോൾ ഒരു സ്വാമി അവിടെ ഇരുന്ന് ധ്യാനം ചെയ്യുന്നത് കണ്ടു. പ്രേതമാണെന്ന് കരുതി അവൾ പേടിച്ച് മുകളിലേക്ക് കയറി വന്നപ്പോൾ അതേസമയം അയാളും ധ്യാനം പൂർത്തിയാക്കി മുകളിലേക്ക് വന്ന് ആ മലമുകളിലേക്ക് കയറിപ്പോയി. ഈ കാര്യം അവൾ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ നല്ല സിദ്ധിയുള്ള സ്വാമിയാണെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പരിഹാരം കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ച് അവർ അയാളെ തപ്പി ആ മലമുകളിലേക്ക് ചെന്നു. ആ സമയവും അയാൾ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ മാസം 20,000 രൂപ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് ചിലവൊന്നും നടക്കുന്നില്ല. പെട്ടെന്ന് എങ്ങനെയെങ്കിലും പണക്കാരാകാൻ പറ്റുമോ എന്നായിരുന്നു അവർ അയാളോട് ചോദിച്ചത്. എന്നാൽ അതൊന്നും കേട്ട് അയാൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികൾ അവരുടെ വിഷമങ്ങൾ ഓരോന്നായി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അയാൾ സഹിയിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പത്രമെടുത്ത് അവർക്ക് സമ്മാനിച്ചിട്ട് വീണ്ടും ആ മലമുകളിലേക്ക് കയറിപ്പോയി. പൈസ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ഇയാളെന്താ വെറും ഒരു പത്രമെടുത്ത് തന്നതെന്ന് ചിന്തിച്ചിട്ട് ആ പത്രത്തിൽ നോക്കിയപ്പോഴാണ് അത് ഇനി 4 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന പത്രമാണെന്ന് മനസ്സിലായത്. കൂടാതെ അവരിപ്പോൾ വർക്ക് ചെയ്യുന്ന IT കമ്പനി പൂട്ടി എന്ന വാർത്തയും ആ പത്രത്തിൽ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ടേൺ ഓവറുള്ള നമ്മുടെ കമ്പനി ഒരിക്കലും പൂട്ടാൻ പോകുന്നില്ല, ഇയാൾ കള്ളസ്വാമിയാണ് എന്ന് വിശ്വസിച്ച് അവർ തിരികെ നാട്ടിൽ വന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ആ ഓഫീസിലെ MD എന്തോ തിരിമറി കാണിച്ചത് കൊണ്ട് അകത്തായി. അങ്ങനെ വേറെ കാരണമൊന്നും പറയാതെ ആ കമ്പനി പൂട്ടാൻ പോകുന്നു എന്ന വാർത്ത അവർക്ക് മെസ്സേജായി വന്നു. ആ മെസ്സേജ് കണ്ടതോടെ സ്വാമി തന്ന പേപ്പറുള്ള കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ജോലിക്ക് നഷ്ടപ്പെട്ട് ഇങ്ങനെ 3G ആയിരിക്കുമ്പോൾ ആ പേപ്പറിൽ വേറെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയവർ. അപ്പോഴാണ് പീറ്റർ എന്ന പേരുള്ള ഒരാൾ ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജയിക്കുകയും അവന് 2 കോടി രൂപ സമ്മാനം കിട്ടുകയും ചെയ്തു എന്ന വാർത്ത അവർ കാണുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ അവന് സ്പോൺസർമാരായി ആ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന പേര് ഇവരുടെ 5 പേരുമായിരുന്നു. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന പീറ്റർ ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരനാണ്. അവന് ബോക്സിംഗ് എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ അവന്റെ കാമുകി യാരിനിക്ക് ബോക്സിംഗ് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ അതിലൂടെ കറക്റ്റാക്കാം എന്ന് വിചാരിച്ച് അവര് പറഞ്ഞ ആ അഗ്രിമെന്റിൽ സൈൻ ചെയ്തു. ഇത് അഗ്രിമെന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അഗ്രികൾച്ചറാ ബോക്സിംഗ് കറക്റ്റായി പറയൂ എന്നാണ് പീറ്റർ പറഞ്ഞത്. അവൻ അത്രയ്ക്കും വലിയ മണ്ടനായിരുന്നു. ഇവനെ കൊണ്ട് എങ്ങനെ കപ്പടിക്കും എന്ന ചിന്ത അവർക്ക് ആദ്യമേ വന്നിരുന്നു. വലിയ ബോക്സറൊക്കെ ആകാൻ പോകുന്നത് കൊണ്ട് യാരിനിയെ ഇപ്പോൾ തന്നെ പോയി പ്രപ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു തടിയൻ ആ ലിഫ്റ്റിൽ കയറി വളി വിട്ടു. കഷ്ടകാലത്തിന് പീറ്ററും ആ ലിഫ്റ്റിൽ തന്നെ കയറി. ആദ്യമൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ലിഫ്റ്റിന്റെ ഡോർ അങ്ങ് അടഞ്ഞപ്പോൾ ശ്രദ്ധിക്കാൻ തോന്നുന്ന തരത്തിലുള്ള നാറ്റം വരാൻ തുടങ്ങി. ഇനിയും ഒരു നിന്നാൽ അറ്റാക്ക് വരും എന്ന് വിചാരിച്ച് അടുത്ത ഫ്ലോറിൽ ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ അവന്റെ കൃഷി യാരിനി അപ്പോഴേക്കും ആ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് പോയെങ്കിലും ഇതോടുകൂടി അവൾ ഡിപ്രഷനിലേക്ക് പോയേക്കാം എന്ന മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഡോർ അടഞ്ഞപ്പോൾ അവക്കും ആ നാറ്റം അടിച്ചു തുടങ്ങി. ആ തടിയൻ കയറിയ സമയത്ത് അവൾ ഇല്ലാത്തത് കൊണ്ട് പീറ്റർ ആയിരിക്കും വിട്ടത് എന്ന് വിചാരിച്ച് ഒരുമാതിരി നോട്ടം അവനെ നോക്കി. എന്നാൽ ശ്വാസം വിടാൻ പോലും പറ്റാത്തത് കൊണ്ട് അവനത് തിരുത്താൻ പോലും പറ്റിയില്ല. എനിക്ക് ഇവിടെ നിൽക്കാൻ പോയി എന്ന് പറഞ്ഞ് അവൾ പോയി. ഇനി അവളെ സെറ്റാക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് യാരിനിക്ക് ബോക്സിംഗ് ഇഷ്ടമാണെന്ന് അവൻ അറിയുന്നത്. അങ്ങനെ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി അവൻ കഠിനമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സാൻഡിയും ടീമും പ്രാക്ടീസ് നടക്കുന്ന അവിടെ ചെന്നപ്പോൾ ആ പീറ്റർ എല്ലാവരെയും അടിച്ച് തോൽപ്പിക്കുകയാണല്ലോ, ഇത്തവണ അവന് തന്നെയാണ് ട്രോഫി എന്നും പറഞ്ഞുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് അവർ പോകുന്നത് കണ്ടത്. ഇത് കേട്ട് അകത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അവർക്ക് അക്കിടി പറ്റി പോയെന്ന കാര്യം മനസ്സിലായത്. അവർ കണ്ടുപിടിച്ചത് വേറെ ഏതോ പീറ്ററിനെയായിരുന്നു.